ഗാക്ഷനയിലേക്ക് ഒരു വഴി കണ്ടെത്താൻ സർവേ കോപ്സ് എല്ലാവരും പുറപ്പെടുന്നു. എന്നാൽ അവർ ചെന്നുപെടുന്നത് എറിനെ പോലെ ബുദ്ധിശക്തിയുള്ള ഒരു വലിയ ഫീമെയിൽ ടൈറ്റന്റെ മുമ്പിലോട്ടാണ്. അങ്ങനെ ഒരു കാട്ടിൽ വെച്ച് അവരതിനെ പിടിക്കുന്നു. എന്നാൽ വലിയ രീതിയിലുള്ള ശബ്ദം ഉണ്ടാക്കി ചുറ്റുമുള്ള എല്ലാ ടൈറ്റൻസിനെയും അങ്ങോട്ട് കൊണ്ടുവന്ന് ഈ ഫീമെയിൽ ടൈറ്റൻ തന്നെ സ്വയം ഇല്ലാതാക്കുന്നു. അങ്ങനെ അവർ തിരിച്ചു മതിലിനുള്ളിലോട്ട് പോവാൻ വേണ്ടി റെഡിയാവുന്നു. ഇതേ സമയമാണ് ഒരു അജ്ഞാതം വന്ന് ഗാദറിനെ കൊന്നുകളയുന്നത്. ശത്രു ഇപ്പോഴും നമുക്കിടയിൽ തന്നെയുണ്ട് എന്ന് കമാൻഡർ എർവിൻ പറയുന്നു. കൊളോസൽ ടൈറ്റൻ പെട്ടെന്ന് അപ്രത്യക്ഷമായ സമയത്ത് അവിടെ മൊത്തം ഫോഗ് ഉണ്ടായിരുന്നു. അതിന്റെ മറവിൽ അതിനകത്തുണ്ടായിരുന്ന ആൾ 3D ഗിയർ ഉപയോഗിച്ച് രക്ഷപ്പെട്ടു കാണണം. അതുപോലെ തന്നെ ആയിരിക്കും ഇപ്പോഴും എന്ന് പറയാണ് എർവിൻ. അതൊക്കെ ശരിയാണ്. പക്ഷേ എറിൻ ഒരു ടൈറ്റനായി പിന്നീട് മനുഷ്യനായ സമയത്ത് അവന്റെ ശരീരത്തിലുണ്ടായിരുന്ന ഉപകരണങ്ങളെല്ലാം തന്നെ കേടുവന്നിരുന്നു. മാത്രമല്ല അവന്റെ യൂണിഫോമും കീറിപ്പോയിട്ടുണ്ടായിരുന്നു. പോരാത്തതിന് അവനൊന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും സാധിക്കുന്നുണ്ടായിരുന്നില്ല. സോ ടൈറ്റന്റെ അകത്തിരിക്കുന്ന മനുഷ്യൻ 3D ഗിയർ ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കേടുവന്നു കാണും. മാത്രമല്ല അതിനകത്തുള്ള ചൂട് കാരണം അവന്റെ യൂണിഫോമും കീറിപ്പോകും. ഈ ഫീമെയിൽ ടൈറ്റന് മറ്റ് ടൈറ്റൻസിന് അതിന്റെ അടുത്തോട്ട് ആകർഷിക്കാനുള്ള കഴിവുണ്ടായിരുന്നു. ഇത് മുൻകൂട്ടി അറിയാൻ സാധിക്കാത്തത് കൊണ്ടാണ് നമ്മൾ പരാജയപ്പെട്ടത് എന്ന് പറയാണ് എർവിൻ. ഓരോ ടൈറ്റനും പല പല ശക്തി ഉണ്ടെന്ന് തോന്നുന്നു. എറിനെ പോലെയുള്ള ഒരു തുടക്കക്കാരനെ നമ്മൾ കൺട്രോൾ ചെയ്തതാണ് നമുക്ക് പറ്റിയ തെറ്റ്. അവന്റെ ശക്തി എന്താണെന്ന് കണ്ടുപിടിക്കാനുള്ള അവസരം അവന് കൊടുക്കണമായിരുന്നു. ഇങ്ങനെ ഒരു ശത്രുവിനെ നമുക്ക് തോൽപ്പിക്കണമെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ബുദ്ധിപരമായി ചിന്തിക്കണം. ഇതേ സമയം നമ്മൾ ജിന്നിനെയും കൂട്ടരെയും കാണുന്നു. നമ്മൾ വിജയിച്ചത് കൊണ്ടാണോ നമ്മൾ തിരിച്ചു പോകുന്നത് എന്ന് അവൻ ചോദിക്കുന്നു. ഇതേ സമയം മറ്റൊരു സ്ക്വാഡ് ആ ടൈറ്റിന്റെ അകത്തുണ്ടായിരുന്ന ആളെ കണ്ടുപിടിച്ചെങ്കിൽ എനിക്കൊന്ന് കാണാമായിരുന്നു. അതൊക്കെ പോട്ടെ, എറിനെ മതിലിന് പുറത്തോട്ട് കൊണ്ടുവന്നാൽ അവർ തേടി വരുമെന്ന് കമാൻഡറിന് എങ്ങനെ മനസ്സിലായി എന്ന് ചിന്തിക്കുവാണ് സർവേ കോപ്സ്. ഇതേ സമയം ആർമിൻ പറയുന്നു അവർ ട്രസ്റ്റ് നഗര കവാടം തകർത്തു. പിന്നീട് അവരെ നമ്മൾ കണ്ടില്ല. എറിൻ ടൈറ്റനായി മാറി ആ കവാടം അടക്കുന്ന സമയത്ത് പോലും അവർ അതിൽ ഇടപെട്ടില്ല. അങ്ങനെയെങ്കിൽ അവരുടെ കണക്ക് കൂട്ടലിൽ പെടാത്ത എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. സോ ഇപ്പൊ എറിനെ കൂട്ടാതെ വേറെ 3 ടൈറ്റൻസ് എറിനെ പോലെ തന്നെ ഉണ്ടെന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലായിരിക്കുന്നു. കൊളോസ്റ്റൽ ടൈറ്റൻ, ആർമി ടൈറ്റൻ, പിന്നെ ഈ ഫീമെയിൽ ടൈറ്റൻ. നീ പറഞ്ഞു വരുന്നത് മതിൽ തകർക്കുന്നതിൽ നിന്നും അവരുടെ ശ്രദ്ധ തിരിച്ച എന്തോ ഒരു കാര്യം അവിടെ സംഭവിച്ചെന്നാണോ എന്ന് ചോദിക്കുവാണ് ജിൻ. ഞാൻ ആലോചിച്ചിട്ട് അപ്രതീക്ഷിതമായിട്ട് അവിടെ സംഭവിച്ച ഒരു കാര്യം എറിൻ ടൈറ്റനായി മാറിയതാണ്. അതെ, അത് തന്നെ. എറിൻ ടൈറ്റനായി മാറുന്നത് നേരിട്ട് കണ്ട ആരോ ഒരാളാണ് ആ ഫീമെയിൽ ടൈറ്റന്റെ ഉള്ളിൽ എന്ന് ആർമിൻ പറയുന്നു. ഇതേ സമയം ആ അജ്ഞാതം കൊന്ന ഗേദറിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എറിൻ. പെട്ടെന്ന് തന്നെ ഒലിവ അങ്ങോട്ട് വന്ന് എറിനെ പിടിച്ചു മാറ്റുന്നു. നമുക്ക് സമയമില്ല, പെട്ടെന്ന് തന്നെ എച്ചിഗുവിലോട്ട് പുറപ്പെടണം എന്നവർ പറയുന്നു. ആരായത്? ആ ഫീമെയിൽ ടൈറ്റൻ ആണോ? അല്ലെങ്കിൽ ഇനിയും അതുപോലെ ആളുകളുണ്ടോ നമ്മുടെ കൂട്ടത്തിൽ എന്ന് ചിന്തിക്കുകയാണ് ഒലിവെ. അവരുടെ പുറകെ വരുന്ന ആ അജ്ഞാതനെ കണ്ട് ടെൻഷനായ പെട്ര നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് അവർക്ക് നേരെ പോകുന്നു. പെട്ടെന്ന് ആ അജ്ഞാതൻ അപ്രത്യക്ഷമാവുന്നു. ഇതിനെല്ലാം ശേഷവും ശത്രുവിന് ശക്തി ബാക്കിയുണ്ടെങ്കിൽ വീണ്ടും ട്രാൻസ്ഫോം ആവാൻ അവർക്ക് സാധിക്കും എന്ന് എർവിൻ പറയുന്നു. പെട്ടെന്ന് തന്നെ വലിയൊരു ഇടിമിന്നൽ അങ്ങോട്ട് വരുന്നു. സോ ആ അജ്ഞാതൻ വീണ്ടും ഒരു ടൈറ്റനായി മാറിയിരിക്കുന്നു. ഇതേ സമയം വീണ്ടും ആ ഫീമെയിൽ ടൈറ്റൻ അവരുടെ മുമ്പിലോട്ട് വരുന്നു. സോ അത് മരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവരുടെ പുറകെ തന്നെ അത് ഓടി വരുവാണ്. ഇത് കണ്ട് എറിൻ ടൈറ്റൻ ആവാമെന്ന് തീരുമാനിക്കുന്നു. എറിൻ വേണ്ട, ശത്രുവിന്റെ കാര്യം ഞങ്ങൾ 3 പേരും കൂടി നോക്കിക്കോളാം. നിന്റെ ലക്ഷ്യം HQ തന്നെ ആയിരിക്കണം എന്ന് എൽഡ അവനോട് പറയുന്നു. വളരെ മികച്ചതെന്ന് തോന്നുന്ന എത്ര വലിയ പ്ലാനും ഇപ്പോൾ വിജയിക്കില്ല. അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അതിന് എന്തും നഷ്ടപ്പെടാൻ തയ്യാറായിട്ട് വേണം അവരെ നേരിടാൻ എന്ന് കമാൻഡർ എർവിൻ പറയുന്നു. ഇതേ സമയമാണ് എന്നെ കൂടി ഫൈറ്റ് ചെയ്യാൻ അനുവദിക്ക് എന്ന് എറിൻ പറയുന്നത്. അത് വേണ്ട, നിന്റെ ശക്തി ഉപയോഗിച്ച റിസ്ക് കൂടുതലാണ്. നിനക്ക് ഇപ്പോഴും ഞങ്ങളെ വിശ്വാസമില്ലേ എന്ന് ചോദിക്കുകയാണ് ഒലിവെ. ഇവര് പറയുന്നത് കേട്ട് എറിൻ അവരെ വിശ്വസിക്കുന്നു. അങ്ങനെ അവർ 3 പേരും ആ ടൈറ്റനെ ആക്രമിക്കാൻ വേണ്ടി പോകുന്നു. എൽഡ് ഇപ്പൊ ആ ടൈറ്റനെ അറ്റാക്ക് ചെയ്യൂടാന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് ആ ടൈറ്റൻ അവനെ ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. പെട്ടെന്ന് തന്നെ അവൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. ഈ ഗ്യാപ്പിൽ പെട്രയും ഒലിവയും വന്ന് ആ ടൈറ്റന്റെ കണ്ണങ്ങ് കുത്തിപ്പൊട്ടിക്കുന്നു. സോ കാഴ്ച നഷ്ടപ്പെട്ട ആ ടൈറ്റൻ ഒരു മരത്തിനെ എടുത്തു പോയി ചാരി നിൽക്കുവാണ്. തന്റെ നോപ്പാരും കട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി അത് പൊത്തി പിടിച്ചു വെച്ചിരിക്കുകയും ചെയ്യുന്നു. സോ ഇത് മനസ്സിലാക്കിയ അവർ അതിന് തോളിന് ചുറ്റുമുള്ള എല്ലാ മസിൽസും മുറിച്ച് കളയാൻ വേണ്ടി ശ്രമിക്കുന്നു. അങ്ങനെ അവർ ഓരോരുത്തരായി മാറി മാറി വന്ന് ആ ടൈറ്റന്റെ മസിൽസ് എല്ലാം അങ്ങ് വെട്ടിക്കളയുന്നു. അങ്ങനെ അതിന്റെ 2 കൈകളും അതിനനക്കാൻ സാധിക്കാത്ത പോലെ ആയിരിക്കുന്നു. അതിന്റെ കഴുത്തിന് ചുറ്റിലുള്ള മസിലുകളും അതുപോലെ തന്നെ മുറിച്ചു കഴിഞ്ഞാൽ നോപ്പ് ഭാഗം നമുക്ക് കാണാൻ സാധിക്കും എന്ന് എൽഡ് പറയുന്നു. അങ്ങനെ അവർ 3 പേരും അതും കൂടി കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നു. ഇത് കാണുന്ന എറിൻ ശരിക്കും ഇനി അതിന് രക്ഷയില്ലേ? സംസാരമില്ലാതെ ഇങ്ങനെ ഒരുമിച്ച് അവരെ കൊണ്ട് അറ്റാക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതിന് കാരണം അവർ തമ്മിലുള്ള പരസ്പര വിശ്വാസം മാത്രമാണ്. അതുകൊണ്ടാണ് പല പ്രതിസന്ധികളും അവർ തരണം ചെയ്തത്. അതുകൊണ്ട് മാത്രമാണ് എപ്പോഴും കൂടെ ഉണ്ടായിരുന്ന ഗേദറിനെ നഷ്ടപ്പെട്ടിട്ടും അവർ തളരാത്തത്. അവരെ വിശ്വസിച്ച് ഞാൻ മുന്നോട്ട് തന്നെ പോകും. ഞാൻ എടുക്കുന്ന തീരുമാനം ശരിയായിരിക്കും.
എനിക്കിപ്പോ മനസ്സിലായി. അപ്പോഴാണ് ക്യാപ്റ്റൻ ലീവായി പറഞ്ഞ കാര്യം അവൻ ആലോചിക്കുന്നത്. ഏതാണ് ഇവിടെ ശരിയെന്ന് എനിക്കറിയില്ല. ഞാൻ എന്നിൽ വിശ്വസിച്ചാലും എന്നെ വിശ്വസിക്കുന്ന എന്റെ സൈനികരുടെ തീരുമാനങ്ങളിൽ വിശ്വസിച്ചാലും നടക്കാൻ പോകുന്നത് എന്താണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. സോ തിരിഞ്ഞു നോക്കുന്ന എറിൻ കാണുന്നത് എൽഡിനെ ആ ടൈറ്റൻ കടിച്ചങ്ങ് കീറുന്നു. ഇത് കണ്ട് എറിൻ തിരിച്ചു വരുവാണ്. എങ്ങനെ ഇവൾക്ക് എങ്ങനെ ഇപ്പോഴും കണ്ണു കാണാൻ സാധിക്കുന്നു? 30 സെക്കൻഡ് പോലും ആയിട്ടില്ലല്ലോ എന്ന് ചിന്തിക്കുകയാണ് പെട്ര. സോ അപ്പോഴാണ് ആ ടൈറ്റൻ ഒരു കണ്ണ് മാത്രം തുറക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഒരു കണ്ണ് മാത്രം അവൾ റീജനറേറ്റ് ചെയ്തിരിക്കുന്നു. തന്റെ ഒരു കണ്ണ് ഉപയോഗിച്ച് ആ ടൈറ്റൻ പെട്രയുടെ പിന്നാലെ ഓടുന്നു. പെട്ര വളരെ സ്പീഡിൽ പോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവളെ കൊണ്ട് അതിന് സാധിക്കുന്നില്ല. ആ ടൈറ്റൻ അവളെ ഒരു മരത്തിൽ വെച്ച് അങ്ങ് ചവിട്ടുന്നു. ഇത് കണ്ട് എറിൻ അങ്ങ് അലറി വിളിക്കുന്നു. തന്റെ കൂടെപ്പിറപ്പ് പോലെ എപ്പോഴും കൂടെ ഉണ്ടായിരുന്ന 3 പേർ തന്റെ കൺമുമ്പിൽ വെച്ച് മരിച്ചത് കണ്ട് ഒലിവെ ഒരു നിമിഷം തകർന്നു പോകുന്നു. ദേഷ്യത്തോടെ ആ ടൈറ്റന്റെ അടുത്തോട്ട് പാഞ്ഞെടുക്കുന്നു. ഏയ് ചാവടി എന്ന് പറഞ്ഞ് അവളുടെ നോപ്പ് ഭാഗം അങ്ങ് കട്ട് ചെയ്യുന്നു. എന്നാ ഒലിവയുടെ ബ്ലേഡുകൾ രണ്ടും അങ്ങ് പൊട്ടിപ്പോകുന്നു. സോ ആ ടൈറ്റൻ തന്റെ സ്പെഷ്യൽ എബിലിറ്റി യൂസ് ചെയ്ത് നോപ്പ് ഭാഗം ബലപ്പെടുത്തി 3D ഗിയർ ഉപയോഗിച്ച് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്ന ഒലിവനെയും ആ ടൈറ്റൻ അങ്ങ് കൊന്നുകളയുന്നു. തന്റെ ടീമിലുണ്ടായിരുന്ന എല്ലാവരെയും ആ ടൈറ്റൻ കൊന്നു എന്നുള്ള കാര്യം എറിന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ നിന്നെ കൊല്ലോടി എന്ന് പറഞ്ഞ് എറിൻ ഒരു ടൈറ്റനായി മാറുന്നു. ഒരു ടൈറ്റനായി മാറിയ എറിൻ വളരെ ശബ്ദത്തിൽ അങ്ങ് അലറുന്നു. ഈ ശബ്ദം എല്ലാവരും കേൾക്കുന്നുണ്ട്. മിക്കാസയും ക്യാപ്റ്റൻ ലീവയും ആ ശബ്ദം കേട്ട സ്ഥലത്തോട്ട് പോകുന്നു. ഇതേ സമയമാണ് ഒരു കാര്യം വെളിപ്പെടുത്തുന്നത്. സർവേ കോപ്സിന് നൽകിയിരിക്കുന്ന കുതിരകൾ അവരുടെ ഉപയോഗത്തിന് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് വളർത്തുന്നതാണ്. 160 സെന്റിമീറ്റർ ഉയരവും 400-500 കിലോഗ്രാം ഭാരവും ഉണ്ടാവും. അവരുടെ പരമാവധി വേഗത മണിക്കൂറിൽ 70-80 കിലോമീറ്റർ ആണ്. തുടർച്ചയായി മണിക്കൂറിൽ 35 കിലോമീറ്റർ വേഗതയിൽ അവർക്ക് പോവാൻ സാധിക്കും. വേഗതയിൽ ടൈറ്റനുകളെ തോൽപ്പിക്കാനുള്ള ഏക മാർഗം ഈ കുതിരകളാണ്. അങ്ങനെ എറിൻ ആ ഫീമെയിൽ ടൈറ്റനെ ആക്രമിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് അവൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. എറിനെ ഒറ്റ ചവിട്ട് അങ്ങ് ചവിട്ടുവാണ്. എന്നാ ഓടി വന്ന എറിൻ അവളുടെ മോന്ത കിട്ടങ്ങ് കൊടുക്കുന്നു. അവളുടെ കൈ മസിൽസ് എല്ലാം അവർ കട്ട് ചെയ്തതുകൊണ്ട് കൈ വെച്ച് ഫൈറ്റ് ചെയ്യാൻ അവളെ കൊണ്ട് സാധിക്കുന്നില്ല. ഇതേ സമയമാണ് ക്യാപ്റ്റൻ ലീവായി കാണിക്കുന്നത്. തന്റെ ടീം മുഴുവൻ അവിടെ മരിച്ചു അടക്കുന്നത് ക്യാപ്റ്റൻ ലീവായി കാണുന്നു. മുഖത്ത് യാതൊരു ഭാവവ്യത്യാസവും ഇല്ലെങ്കിലും തന്റെ ഉള്ളിന്റെ ഉള്ളിൽ വിഷമമുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. ഇതേ സമയം എറിനും ആ ഫീമെയിൽ ടൈറ്റനും പല രീതിക്ക് എന്നെ ഫൈറ്റ് ചെയ്യുവാണ്. അവളെ താഴെയിട്ട് അവളുടെ മുകളിൽ കയറിയിരുന്ന് തന്റെ കൈ ഉപയോഗിച്ച് അവളെ പീഡിക്കോടാന്ന് പറഞ്ഞു നിൽക്കുവാണ് എറിൻ. ഞാൻ അവരിൽ വിശ്വസിച്ചു, അതുകൊണ്ട് മാത്രമാണ് അവർ മരിച്ചത് എന്ന് പറഞ്ഞ എറിൻ അവളെ ഒറ്റയടി അടിക്കുവാണ്. എന്ന് അവൾ അവളുടെ തല അങ്ങ് മാറ്റുന്നു. അങ്ങനെ എറിന്റെ ഒരു കൈ നഷ്ടപ്പെടുന്നു. തുടക്കം തൊട്ടേ ഞാൻ എന്നിൽ തന്നെ വിശ്വസിച്ച് ഫൈറ്റ് ചെയ്തിരുന്നെങ്കിൽ എനിക്കിവളെ കൊല്ലാൻ സാധിക്കുമായിരുന്നു എന്ന് പറഞ്ഞ് മറ്റേ കൈ ഉപയോഗിച്ചും എറിൻ അവളെ ഇടിക്കുന്നു. എന്നാൽ അവൾ വീണ്ടും തല മാറ്റുന്നു. 2 കൈയും നഷ്ടപ്പെട്ട് എറിൻ ചിന്തിക്കുവാണ്. ഈ ടൈറ്റനെ കണ്ടപ്പോൾ തൊട്ടേ ഞാൻ ടൈറ്റനായി മാറിയിരുന്നെങ്കിൽ അപ്പോൾ ക്യാപ്റ്റൻ ലീവയും എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഉറപ്പായിട്ടും ഞങ്ങൾ വിജയിച്ചേനെ എന്ന് എറിൻ ചിന്തിക്കുന്നു. നീ ഇവിടെ തെറ്റുകാരനല്ല, നിനക്ക് വേണമെങ്കിൽ ചെയ്യാം എന്ന് ക്യാപ്റ്റൻ ലീവയെ അവനോട് പറഞ്ഞത് അവൻ ഓർക്കുന്നു. ഞാൻ എന്റെ തീരുമാനം എടുത്തു, അത് കാരണം എല്ലാവരും മരിച്ചു. ഞാൻ കാരണമാണ് എല്ലാവരും മരിച്ചത്. പക്ഷേ ഏറ്റവും അവസാനം എല്ലാത്തിനും കാരണം നീയാണ്. സോ അങ്ങനെ എറിന്റെ കൈകളെല്ലാം തന്നെ റീജനറേറ്റ് ആവുന്നു. ഇതിനോടകം തന്നെ അവളുടെ കൈകളും റീജനറേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അവൾ എറിനെ ആക്രമിക്കുകയാണ്. അവൾ എറിനെ ചവിട്ടി അങ്ങ് തെറിപ്പിക്കുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ എറിൻ അവളുടെ മോന്ത കിട്ടുന്നു കൊടുക്കുന്നു. അങ്ങനെ എറിൻ ഒരുപാട് പ്രാവശ്യം അവളെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിലും അവൾ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറുന്നു. അവസാനം അവളുടെ സ്പെഷ്യൽ എബിലിറ്റി യൂസ് ചെയ്ത് എറിന്റെ മോന്ത കിട്ടുന്നു കൊടുക്കുകയാണ് അവൾ. എന്നാൽ അതിലൊന്നും തളരാതെ എറിൻ അവളുടെ മോന്ത കിട്ടുന്നു കൊടുക്കുന്നു. അവൾ അങ്ങ് തെറിച്ചു പോകുന്നു. അങ്ങനെ എറിൻ അവശനായി ഒരു മരത്തുമേ പിടിച്ചു നിൽക്കുന്നു. ഇതേ സമയം അവൾ എറിന്റെ അടുത്തോട്ട് വരുന്നു. സോ അപ്പോഴാണ് എറിൻ ആ കാര്യം ശ്രദ്ധിക്കുന്നത്. അത് കണ്ട് എറിനെ കൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവൻ അവളെ തന്നെ നോക്കി നിൽക്കുന്നു. പെട്ടെന്ന് തന്നെ ആ മരത്തോടു കൂടി അവൾ എറിന്റെ തല അങ്ങ് വെട്ടുന്നു. താഴെ കിടക്കുന്ന എറിന്റെ ടൈറ്റൻ ശരീരത്തിന്റെ അകത്തുണ്ടായിരുന്ന എറിനെ പുറത്തെടുക്കുവാണ് അവൾ. ഇതേ സമയമാണ് മിക്കാസ അങ്ങോട്ട് വരുന്നത്. അവൾ കാണുന്നത് ആ ടൈറ്റൻ എറിനെ വിഴുങ്ങുന്നതാണ്. എറിനെ വിഴുങ്ങിയതിനു ശേഷം ആ ഫീമെയിൽ ടൈറ്റൻ അവിടെ നിന്ന് ഓടുന്നു. കണ്ടത് വിശ്വസിക്കാൻ പറ്റാതെ ആകെ കിളി പോയിട്ട് നിൽക്കുവാണ് മിക്കാസ. എറിനെ തിരിച്ചാടി എന്ന് പറഞ്ഞ മിക്കാസ അവളുടെ പുറകെ പോകുന്നു. മിക്കാസ അവളെ അറഞ്ചം പുറഞ്ചം വെട്ടുവാണ്. അവനെ തിരിച്ചു തരാനാ പറഞ്ഞ എന്ന് പറഞ്ഞ ദേഷ്യത്തിൽ അവളുടെ കാലൊക്കെ വെട്ടുന്നു. ആ ടൈറ്റൻ താഴെ വീഴുന്നു. അങ്ങനെ മിക്കാസ അവളുടെ നോപ്പ് ഭാഗം കട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് അവളുടെ ബ്ലേഡുകളും മുറിഞ്ഞു പോകുന്നു. അവൻ ജീവനോടെയുണ്ട്, എനിക്കറിയാം അവൻ ജീവനോടെ ഉണ്ടെന്ന് എന്ന് പറഞ്ഞ മിക്കാസ അടുത്ത ബ്ലേഡുകൾ എടുക്കുന്നു. ക്ഷമിക്കണോ എറിൻ, കുറച്ചു സമയം കൂടി നീ കാത്തിരിക്കണം. ഇതേ സമയം തന്നെ ആ ടൈറ്റൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടുവാണ്. പെട്ടെന്ന് തന്നെ മിക്കാസ പുറകെ പോവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അങ്ങോട്ട് വരുവാണ് ക്യാപ്റ്റൻ ലീവായി. അവളെ പിടിച്ചു മാറ്റുന്നു. തൽക്കാലത്തേക്ക് പിന്മാറ്, ഈ അകലത്തിൽ പോയാ മതി എന്ന് അവളോട് പറയുന്നു. അങ്ങനെ ഒരു നിശ്ചിത അളവിൽ അവർ ആ ടൈറ്റന്റെ പുറകെ തന്നെ പോകുന്നു. അങ്ങനെ ആ ടൈറ്റൻ പതിയെ വേഗത കുറക്കുവാണ്. അവൾ തളർന്നു കാണും, അതാണ് വേഗത കുറയുന്നത്. എറിൻ മരിച്ചു കാണുമോ എന്ന് ലീവായി അവളോട് ചോദിക്കുന്നു. സോ അവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.
ഇനി 4 എപ്പിസോഡ് കൂടിയേ ബാക്കിയുള്ളൂ. അത് കഴിഞ്ഞ് ഈ സീസൺ അവസാനിച്ചു. അടുത്തത് ഇതിന്റെ സെക്കൻഡ് സീസൺ ചെയ്യണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അനിമേ ചെയ്യണോ എന്ന് തീർച്ചയായിട്ടും താഴെ ഒന്ന് കമന്റ് ചെയ്യുക. എന്തായാലും നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അടുത്ത എപ്പിസോഡ് അടുത്ത ദിവസം വരാം. അതുവരേക്കും ബൈ.